എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള മുട്ടക്കറിയുടെ റെസിപ്പി കാണാം. ചൂടായ ചീഞ്ചട്ടിയിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഏലക്ക, തക്കോലം, കറുകപ്പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 സവാള സ്ലൈസ് ചെയ്തതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലെ വെള്ളം വറ്റി കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിടാം. ഇതിൽ ഓയിൽ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റിന് ശേഷം തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടയാത്ത ഭാഗങ്ങൾ ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്തതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഗ്രേവിയിൽ കോട്ടാവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.